CMRL എക്സാലോജിക് മാസപ്പടി ഇടപാട് കേസിൽ കുഴൽനാടന്റെ ഹർജിയിൽ മുഖ്യമന്ത്രി അടക്കമുള്ള എതിർകക്ഷികൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് ഈ കേസിൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കും നോട്ടീസുണ്ട്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീകാന്ത്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് CMRL എക്സാലോജിക് മാസപ്പടി ഇടപാട് കേസിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണയ്ക്കും ഹൈക്കോടതി നോട്ടീസ്. എന്താണ് വിശദാംശങ്ങൾ? നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കോടതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ ഹർജി സമർപ്പിച്ചിരുന്നു. പക്ഷേ ആ ഹർജിയിന്മേൽ കോടതി കൃത്യമായ വാദം കേട്ടില്ല എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ ആരോപിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിവിഷൻ ഹർജി ഫയൽ ചെയ്തു. ഈ റിവിഷൻ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി നോട്ടീസ് അയച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ളവർക്കും ഇപ്പോൾ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് നോട്ടീസ് അയച്ചിരിക്കുന്നു ഹൈക്കോടതി. നിലവിൽ അതൊരു സാങ്കേതിക നടപടിക്രമമാണ്. കാരണം ഒരു ഹർജി കോടതിയുടെ പരിഗണനയിലെത്തിയാൽ എതിർകക്ഷികൾക്ക് ബോധിപ്പിക്കാനുള്ള കാര്യങ്ങൾ അത് ബോധിപ്പിക്കാനുള്ള അവസരം നൽകുക എന്നുള്ളതാണ് നിലവിൽ കോടതി ചെയ്യുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ളവർക്കും നോട്ടീസ് അയച്ചിരിക്കുന്നത്. രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് നേരത്തെ വിജിലൻസ് കോടതി ഈ ഹർജി തള്ളിയത് എന്നുള്ള കാര്യം മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒരുപക്ഷെ കോടതി അത് മുഖവിലേക്ക് എടുത്തിട്ടുണ്ടാകണം. ഇനി മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ളവർക്കും കേൾക്കാനുള്ളത് കോടതി കേൾക്കും. അതിനുശേഷമായിരിക്കും ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കോടതി എത്താൻ പോകുന്നത്. സ്വാഭാവികമായും ഇതൊരു സാങ്കേതിക നടപടിക്രമം എന്ന രീതിയിൽ കണ്ടാൽ മാത്രം മതിയാകും. കാരണം കോടതി മുൻപാകെ ഒരു കേസെത്തുമ്പോൾ എതിർകക്ഷികൾക്ക് പറയാനുള്ളത് കൂടി കോടതി കേൾക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ശരി, ശ്രീകാന്ത് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സ്വാഭാവിക സാങ്കേതിക നടപടി എന്ന് പറയുമ്പോൾ തന്നെയാണ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന പേരിൽ തള്ളപ്പെട്ട ഒരു കേസിൽ അതിൻ്റെ ഒരു റിവ്യൂ ഹർജി, അതിൻ്റെ രാഷ്ട്രീയ സ്വഭാവം നമുക്കറിയാം, അതിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. ഞാനിതാ വരുന്നു. മാത്യു കുഴൽനാടൻ MLA നമ്മളോടൊപ്പം ഉണ്ട് ടെലിഫോണിൽ. ശ്രീ മാത്യു കുഴൽനാടൻ, താങ്കൾ നൽകിയ റിവ്യൂ ഹർജി കോടതി മുഖ്യമന്ത്രിക്കും മകൾക്കും നോട്ടീസ് അയച്ചിരിക്കും. ഇതൊരു സ്വാഭാവിക സാങ്കേതിക നടപടി മാത്രമാണല്ലോ. എന്താണ് പ്രതികരിക്കാനുള്ളത്? അത് നിങ്ങൾ പറഞ്ഞതിന്റെ ശരി, അത് സ്വാഭാവികമായ ഒരു നടപടി എന്ന നിലയിൽ കണ്ടാൽ മതി. കോടതി കേസ് ഫയലായിട്ട് കഴിഞ്ഞ തവണ സ്റ്റേറ്റ് ഒരു ഒബ്ജക്ഷൻ പറഞ്ഞിരുന്നു, ഫയൽ സ്വീകരിക്കരുതെന്നുള്ള പോലെ. ആ ഭാഗം കോടതി ക്ലാരിഫൈ ചെയ്ത് അഡ്മിറ്റ് ചെയ്ത ഹർജി ഫയൽ സ്വീകരിച്ച് നോട്ടീസ് ഇഷ്യൂ ചെയ്ത സ്വാഭാവിക നടപടിയാണ്. ശ്രീ മാത്യു കുഴൽനാടൻ, എന്തായിരുന്നു താങ്കളുടെ ഈ റിവ്യൂ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്? കീഴ്ക്കോടതി വിധിയിലെ നിയമപരമായിട്ടുള്ള പിശകുകൾ ചൂണ്ടിക്കാണിച്ചാണല്ലോ ഹർജി അപ്പീൽ നൽകിയിട്ടുള്ളത്. അത് പരിശോധിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഹർജിയുടെ ആവശ്യം. ഈ ഫൈറ്റ് താങ്കൾക്ക് ഒരു ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഒരു ഫൈറ്റ് ആണോ ഇത്? തീർച്ചയായിട്ടും. ഞാൻ അന്ന് കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നല്ലോ, എനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതും കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതും മുമ്പോട്ട് കൊണ്ടുപോകുന്നതും. അതുകൊണ്ട് ആത്മവിശ്വാസം കുറവില്ല. ഇതിന് ഇപ്പോൾ വന്നിരിക്കുന്നതിനെ ഇപ്പോൾ അഭിഭാഷക നിലയിൽ താങ്കൾക്ക് അത് കൃത്യമായി പറയാൻ കഴിയുമല്ലോ. ഇതിനൊരു ഇപ്പോഴത്തേത് ഒരു സ്വാഭാവിക നടപടിയായി കണ്ടാൽ മതി. ഇനി തുടർ നടപടികൾക്ക് കാത്തിരിക്കുന്നു അല്ലേ, മുഖ്യമന്ത്രിയുടെ വിശദീകരണമോ അടക്കമുള്ള കാര്യങ്ങൾ? അതെ അതെ. ശരി, മാത്യു കുഴൽനാടൻ MLA ആണ് നമ്മളോട് സംസാരിച്ചത്. ഇതിനൊരു സ്വാഭാവിക നടപടിയായി നിലവിൽ കണ്ടാൽ മതി, പക്ഷേ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് മാത്യു കുഴൽനാടന്റെ പ്രതികരണം. ശ്രീകാന്ത്, തീർച്ചയായും ഗോപികൃഷ്ണൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് കീഴ്ക്കോടതിയിൽ വിജിലൻസ് കോടതി നേരത്തെ മാത്യു കുഴൽനാടന്റെ ഹർജി തള്ളിയിരുന്നു. ഇതിൽ രാഷ്ട്രീയ പ്രേരിതം എന്ന രീതിയിൽ ഒരു നിരീക്ഷണം നടത്തുകയും ചെയ്തുകൊണ്ടാണ് കോടതി അത് തള്ളിയത്. പക്ഷെ മാത്യു കുഴൽനാടൻ പറയുന്നത് ഈ ഏതെങ്കിലും ഒരു വിഷയത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ അടക്കം ഹർജിയുമായി എത്തുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതം എന്ന പേരിൽ അത് വിശദവാദം കേൾക്കാതെ തള്ളുന്നത് അപക്വമാണ് എന്നതടക്കം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് ഹൈക്കോടതി മുൻപാകെ അദ്ദേഹം കൃത്യമായി ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ മാത്യു കുഴൽനാടൻ അടക്കം പറഞ്ഞതുപോലെ ഇതൊരു അസാധാരണ കേസ് എന്ന രീതിയിൽ കാണാൻ കഴിയില്ല. ഒരു കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാധാരണ ഹർജി തന്നെയാണ്. ഒരു ഹർജി കോടതിയുടെ മുൻപിൽ വരുന്നു, അതിന്റെ മെറിറ്റ് നോക്കുന്നു, അത് ഫയലിൽ സ്വീകരിക്കുന്നു, എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുന്നു. ഇവിടെ പക്ഷേ എതിർകക്ഷി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും എന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം അർഹിക്കുന്നതും ഇതിൽ വാർത്തയുണ്ടാകുന്നതും. സ്വാഭാവികമായും ഇനി ഈ വിഷയത്തിൽ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി കോടതിയിൽ മറുപടി നൽകണം. അതാണ് ഈ കേസിനെ പ്രാധാന്യമുള്ളതാക്കി മാറ്റുന്നത്, ഈ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നതും. അതായത് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇതാദ്യമായി
മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും മറുപടി നൽകാൻ ഒരുങ്ങുകയാണ്. മുഖ്യമന്ത്രി ഇതിൽ മറുപടി നൽകാൻ ഒരുങ്ങുകയാണ്. ഹൈക്കോടതിയിൽ മാത്യു കുഴൽനാടന്റെ കേസിൽ അഫിഡവിറ്റ് സമർപ്പിക്കണം മുഖ്യമന്ത്രി പിണറായി വിജയൻ. CMRL എക്സാലോജിക്ക കേസ് മാസപ്പടി കേസിൽ ഹൈക്കോടതിയുടെ നോട്ടീസ് മുഖ്യമന്ത്രിക്കും മകൾക്കും. ഇക്കാര്യത്തിൽ മാത്യു കുഴൽനാടൻ നൽകിയ റിവ്യൂ ഹർജി പരിഗണിച്ചാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സ്വാഭാവിക നടപടി എന്ന് പറയുമ്പോഴും അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യമേറെയാണ്. രാഷ്ട്രീയ പ്രേരിതമായ കേസ് എന്ന് പറഞ്ഞ് വിജിലൻസ് കോടതി തള്ളിയ കേസിലാണ് മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയിൽ റിവ്യൂ ഹർജി നൽകിയിരിക്കുന്നത്. ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് പോകാതെ ഇത്തരമൊരു രാഷ്ട്രീയ പ്രേരിതം എന്ന കാരണം പറഞ്ഞ് കേസ് തള്ളിയതിനെതിരെയാണ് റിവ്യൂ ഹർജി ഹൈക്കോടതിയിൽ മാത്യു കുഴൽനാടൻ നൽകിയത്. ആ കേസിൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്കും മകൾക്കും നോട്ടീസ് നൽകിയിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലാണ് നമുക്ക് പോകാനുള്ളത്. ശ്രീകാന്ത്, ഈ മാത്യു കുഴൽനാടൻ്റെ ഹർജിയിൽ ഈ കീഴ്ക്കോടതിയിൽ വന്ന എന്തൊക്കെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചാണ് റിവ്യൂ ഹർജി നൽകിയിരിക്കുന്നത്? കീഴ്ക്കോടതി ഇതിൽ വിശദമായ വാദം കൃത്യമായി കേട്ടില്ല എന്നൊരു ആക്ഷേപം മാത്യു കുഴൽനാടൻ ഉന്നയിച്ചിരുന്നു. രണ്ട്, രാഷ്ട്രീയ നേതാക്കൾക്ക് എതിരായി വരുന്ന കേസ് എന്ന രീതിയിൽ കോടതി ഒരു പക്ഷേ അത് രാഷ്ട്രീയ പ്രേരിതം എന്ന് കണ്ട് തള്ളുകയാണ് ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളാണ് മാത്യു കുഴൽനാടൻ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചത്. അതിനാൽ തന്നെ ഇത് പുനഃപരിശോധിക്കണം, കീഴ്ക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണം, അതോടൊപ്പം തന്നെ വീണ്ടും ഈ കേസിൽ വാദം കേൾക്കാനുള്ള നിർദ്ദേശം നൽകണം. ഇതായിരുന്നു മാത്യു കുഴൽനാടന്റെ ആവശ്യം. സ്വാഭാവികമായി ഹർജി കോടതിയിലെത്തി, കോടതി അത് പരിഗണിച്ചു. എതിർകക്ഷികളായി ചേർക്കപ്പെട്ടിരുന്നവർക്ക് നോട്ടീസും അയക്കുകയും ചെയ്തു. അതിൽ എതിർകക്ഷി മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ മകളുമാണ്. അതാണ് ഈ കേസിനെ ഏറ്റവും വലിയ പ്രാധാന്യമർഹിക്കുന്ന കാര്യം. മാസപ്പടി കേസിൽ കൃത്യമായ മറുപടി നൽകാൻ മുഖ്യമന്ത്രി നിർബന്ധിതനായിരിക്കുന്നു എന്നുള്ളതാണ് ഈ കേസിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഈ കേസ് ഹൈക്കോടതിയിൽ വരുമ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാവുകയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഇതിനെ എതിർക്കുകയും ചെയ്തു. സർക്കാരിനെ ഇതിൽ കക്ഷി ചേർത്തിട്ടില്ല, അതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ട്, ഗൂഢോദ്ദേശമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. ആ ഗൂഢോദ്ദേശം എന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഉദ്ദേശിച്ചത് ഒറ്റ കാര്യമാണ്. സാധാരണഗതിയിൽ സർക്കാരിനെ ഇതിൽ കക്ഷി ചേർത്തെങ്കിൽ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിക്ക് വേണ്ടി സർക്കാരായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയെ ഇതിൽ ഡയറക്റ്റായി മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇതിൽ ഡയറക്റ്റായി കക്ഷി ചേർത്തതിനാൽ അദ്ദേഹമാണ് മറുപടി പറയേണ്ടത്. സ്വാഭാവികമായും മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ ഒരു അഫിഡവിറ്റ്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു അഫിഡവിറ്റ് ഹൈക്കോടതി മുൻപാകെ വരും. എന്താണ് യഥാർത്ഥത്തിൽ മാസപ്പടി കേസിൽ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം കൂടി അതിൽ ഒരു മറുപടി ഒരു പക്ഷെ പറഞ്ഞേക്കും. ഈ മാത്യു കുഴൽനാടന്റെ ആക്ഷേപങ്ങളെ തള്ളിക്കൊണ്ടായിരിക്കും സ്വാഭാവികമായും ഒരു അഫിഡവിറ്റ് സമർപ്പിക്കാൻ പോകുന്നത്. അത് എന്തായിരിക്കും എന്നറിയാൻ ഒരു ആകാംക്ഷ എന്തായാലും രാഷ്ട്രീയ കേരളത്തിനുണ്ടാകും. ശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ. ഇത് തള്ളുകയോ കൊള്ളുകയോ ചെയ്യാം ഹൈക്കോടതിക്ക്. മാത്യു കുഴൽനാടന്റെ റിവിഷൻ പെറ്റീഷൻ വേണമെങ്കിൽ തള്ളാം, അല്ലെങ്കിൽ അത് അനുവദിച്ച് വീണ്ടും വാദം കേൾക്കാൻ വിജിലൻസ് കോടതിയോട് നിർദ്ദേശം നൽകാം. പക്ഷെ അപ്പോഴും ഇതിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാസപ്പടി കേസിൽ ഒരു അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തേ തീരൂ. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. CMRL എക്സാലോജിക് മാസപ്പടി ഇടപാട് കേസിൽ മാത്യു കുഴൽനാടന്റെ റിവ്യൂ ഹർജിയിൽ ഹൈക്കോടതി മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനും നോട്ടീസ് അയച്ചിരിക്കുന്നു. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നേരത്തെ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞ് വിജിലൻസ് കോടതി തള്ളിയ കേസിലാണ് വേണ്ടത്ര പരിശോധനകൾ കൂടാതെ ഈ കേസ് തള്ളി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചത്. അതിൽ ഹൈക്കോടതി മുഖ്യമന്ത്രിക്കും എതിർകക്ഷികളായ മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനും നോട്ടീസ് അയച്ചിരിക്കുന്നു.